നമസ്കാരം പ്രിയമുള്ളവർ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. എൻ്റെ നാട്ടുകാരനായ വളരെ പ്രശസ്തനായ ഒരു യൂട്യൂബറാണ് ഹിച്ചിക്കിങ് നൊമാഡ് എന്ന് പറയുന്ന മാഹിൻ. നമുക്കറിയാം, വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു 24-25 വയസ്സിനകം മാത്രം പ്രായമുള്ള ഒരു യൂട്യൂബർ. അദ്ദേഹം വളരെ സിമ്പിളായാണ് സഞ്ചരിക്കുന്നത്. എന്ന് വെച്ചാൽ എക്സ്പെൻസീവായ വാഹനങ്ങളിലൊന്നുമല്ല, അല്ലെങ്കിൽ വലിയ ഹോട്ടലുകളിലൊന്നുമല്ല കിടന്നുറങ്ങുന്നത്. വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ച് ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോവുക, ആരുടെയെങ്കിലും വീടുകളിൽ പോയി താമസിക്കുക, അല്ലെങ്കിൽ വഴിയിൽ ടെൻ്റ് അടിച്ച് താമസിക്കുക, ആ രാജ്യങ്ങളെ പറ്റിയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. വളരെ തന്മയത്തോടുകൂടി സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സഞ്ചാരം തന്നെ ഒരു ലക്ഷ്യമാക്കിയെടുത്ത, ലോകം കാണുകയിൽ തന്നെ ജീവിത ലക്ഷ്യമാക്കിയെടുത്ത ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റേതായ അപക്വതകളുണ്ട്. പക്ഷേ അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ നിറമുള്ളതും നിറമില്ലാത്തതുമായ, എന്നാൽ രണ്ടു വശവും നല്ലതും ചീത്തയുമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹത്തെ ലൈംഗികമായി ഹോമോസെക്ഷലിന് വിധേയമാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ പിക്ചർ അല്ലെങ്കിൽ വീഡിയോസ് തന്നെ എടുത്ത് അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട്. ആ ആളുകൾ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൽപ്പെട്ട ആളുകളോ ആണോ എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല. വളരെ സത്യസന്ധമായി അദ്ദേഹം വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. എല്ലാ രാജ്യങ്ങളെപ്പറ്റി നല്ലതും മോശവുമായ കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. സുഡാനായാലും അഫ്ഗാനിസ്ഥാനായാലും എല്ലാ രാജ്യങ്ങളെപ്പറ്റി ആ രാജ്യങ്ങളിൽ നടക്കുന്ന പൊതുവായ കാര്യങ്ങളുടെ ഒരു ധാരണ നമുക്ക് തരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ലെവലിൽ പെടുത്താവുന്ന ഒരു യൂട്യൂബറാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹം വേറെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ തന്നെ നേരത്തെ പാർട്ട്ണറായിരുന്ന അനുപമ അല്ലെങ്കിൽ ഷെറിൻ ബ്ലോഗ്സ് അതുപോലെയുള്ള യൂട്യൂബർമാരുടെയൊക്കെ ഒരു ഗണത്തിൽപ്പെടുത്താവുന്ന ആളാണ്. ആ രാജ്യത്തിൻ്റെ ചരിത്രമോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തലമോ പണ്ടുണ്ടായിരുന്ന സംസ്കാരങ്ങളുടെ ഒരു തീവ്രതയോ ഒന്നും പറയാതെ അദ്ദേഹം അവിടെയുള്ള ചില മാർക്കറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു പോവുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ പൊതു സ്വഭാവം എങ്കിലും നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്ലോഗാണ് മാഹിൻ്റേത്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നത്, അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേൽ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഇസ്രായേലിൽ അദ്ദേഹം എക്സ്പ്ലോർ ചെയ്ത ചില കാര്യങ്ങൾ, അതിന് അടിയിൽ വന്ന ചില കമൻറ്റുകൾ. കാരണം ഇത്രയും രാജ്യങ്ങൾ അദ്ദേഹം വിസിറ്റ് ചെയ്യുമ്പോഴും അതിനൊക്കെ ആ രാജ്യത്തിൻ്റെ മോശം കാര്യങ്ങളും നല്ല കാര്യങ്ങളും പരാമർശിക്കുമ്പോൾ ഒരു വികാരവുമില്ലാത്ത മലയാളികൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വളരെ വികാരവിക്ഷോഭനായി അദ്ദേഹത്തിൻ്റെ മതവും സംസ്കാരവും ഒക്കെ വലിച്ചു പുറത്തിടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഫസ്റ്റ് കാര്യം, അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് കരോള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ട്രാവൽ പാർട്ണർ ഉണ്ടായിരുന്നു. അവർക്ക് പോയപ്പോൾ ഇസ്രായേലിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായി. പക്ഷേ തനിക്ക് അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ കരോള പറഞ്ഞതിൻ്റെ അതിനേക്കാൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് അവിടെ പോയെങ്കിലും ഇസ്രായേലിൽ നിന്ന് എനിക്ക് ദുരനുഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് തന്നെ പറയുന്നുണ്ട്. തനിക്ക് അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു മാർക്കറ്റ്, ഒരു ഇന്നർ ഗാർമെൻറ്റ് വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിപണനം ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ലവ് എങ്ങനെയൊക്കെ എഴുതിയ ഒരു മാർക്കറ്റിൽ ജൂയിഷിൻ്റെ മതപരമായി തന്നെ പേരെഴുതിയിട്ട് സെയിൽ ചെയ്യുന്നതിന് അദ്ദേഹം അതിൻ്റെ തമ്പനയിൽ കൊടുത്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിന് നേരെ ഒരു സൈബർ ആക്രമണത്തിന് കാരണമാകുന്നത് എന്നാണ് എൻ്റെ വിചാരം. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ നന്മകൾ പറയുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ ചില ആളുകൾ ജൂയിസ് പറയുന്നുണ്ട്, ബത്ലഹേമിലോട്ട് പോകരുത്, അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്, അവർ നിങ്ങളെ ഉപദ്രവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് സത്യം തന്നെയാണ്, അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം എല്ലാ രാജ്യങ്ങളുടെയും നന്മകളും ചീത്തകളും പറയുന്ന സ്ഥിതിക്ക് അദ്ദേഹം പറയുന്നതും ഒരു ഇസ്രായേൽ എന്ന രാജ്യത്തിനെയും ആ കാണുന്ന സ്ഥലവും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യുക എന്നത് ഒരു സഞ്ചാര വ്ളോഗറുടെ അല്ലെങ്കിൽ വ്ളോഗർ രാജ്യങ്ങൾ കാണിക്കുവാൻ പോകുന്ന ഒരു വ്ളോഗറുടെ കർത്തവ്യമല്ല. അതുമാത്രമല്ല അദ്ദേഹം ചെയ്തത്, ആ രാജ്യത്തിൻ്റെ നല്ലതും പറയുന്നതോടൊപ്പം തന്നെ അവിടെ ചില ആളുകൾ പറഞ്ഞ ബത്ലഹേമിലോട്ട് പോകരുത്, അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമുണ്ട്, അവർ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞ ഒരു കമൻറ്റ് കൂടി അദ്ദേഹം അതിനോട് ചേർത്ത് വയ്ക്കുന്നു. പിന്നെ ഈ ജെട്ടി മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഐ ലവ് ജൂഷ് എന്നെഴുതിയ ചില ഇന്നർ ബ്രീഫുകൾ വെക്കുന്നതിനെ പറ്റിയും അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹത്തെ വളരെ മൃഗീയമായിട്ട് തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. എന്തായാലും മാഹിൻ, നിങ്ങളുടെ അടുത്ത വ്ളോഗിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ദയവായി നിങ്ങൾ അടുത്ത വ്ളോഗുമായി പെട്ടെന്ന് തന്നെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്യുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.